ശരിക്കും പറഞ്ഞാൽ ഇപ്പം മുഖം മുഴുവൻ മറച്ചുകൊണ്ട് അല്ലെ കറുത്ത കുപ്പായമൊക്കെ ധരിച്ചുകൊണ്ട് പോകുമ്പോൾ ലോജിസ്റ്റിക്സ് നൽകാൻ കഴിയുന്നു എന്നുള്ളത് അപകടകരമായ സാഹചര്യം. കാരണം പുരുഷന്മാർക്ക് എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ഇവർക്ക് കൃത്യമായിട്ട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. വെപ്പൺ ഉൾപ്പെടെ ഒരു ചെറിയ വെപ്പണൊക്കെ എത്തിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ NIA ഇപ്പോൾ ഒരു 10 അംഗ സമിതിയാണ് അന്വേഷണത്തിന് നിയോഗിച്ചത്. അവർ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടേ? കാരണം വനിതയാണ് എന്ന രീതിയിൽ അവർക്ക് പരിരക്ഷ ലഭിക്കുമെങ്കിൽ അതിനെ ഇനി അടുത്തായിട്ട് ഉപയോഗപ്പെടുത്താമല്ലോ. അത് ഉപയോഗപ്പെടുത്തും. അതുകൊണ്ടാണ് ഈ വനിതകളെ മുന്നോട്ട് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നത്. കാരണം വനിതകൾക്ക് എപ്പോഴും ഒരു പ്രിയോറിറ്റി കിട്ടും. പിന്നെ മറ്റേ ബുർഖയിട്ട് പോകുന്നത് അത് പുരുഷന്മാർക്കും ബുർഖയിട്ട് പോവാം. ബുർഖയോടുള്ള എതിർപ്പിൻ്റെ ഒരു പ്രധാന സംഗതി അതാണല്ലോ. അത് പുരുഷനാണോ സ്ത്രീയാണോ തിരിച്ചറിയാൻ പറ്റില്ല. പർദ്ദ ഫുള്ള് ധരിച്ചിട്ട് പർദ്ദ ഫുൾ ബുർഖായിട്ട്. അപ്പോൾ കണ്ണ് മാത്രം ഇതിനിടയിൽ ഒരു നെറ്റ് പോലെ ഉണ്ടാവും. അതിനിടയ്ക്കൂടെ നമുക്ക് അകത്ത് കണ്ണുണ്ടെന്ന് മനസ്സിലാവും. കൃത്യമായിട്ട് ആരാണ്, ആണോ പെണ്ണോ ആണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഇത് തുറന്നു നോക്കാനും പറ്റില്ല. തുറന്നു നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ലോക ഇസ്ലാം ഇടിഞ്ഞു വീഴും. അതാണ് അവരുടെ ഇക്വേഷൻ. അപ്പോൾ അതുകൊണ്ട് അത് പുരുഷന്മാർക്ക് ഉപയോഗിക്കാം. പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അതൊരു വേഷം മാറ്റത്തിന്, ഇംപേഴ്സണിഫിക്കേഷൻ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു മെത്തേഡാണ് ഈ ബുർഖ. അപ്പോൾ അത് സ്ത്രീകൾ വ്യാപകമായിട്ട് ഈ രംഗത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ പുരുഷന്മാരും ഈ വേഷം ധരിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്സായിട്ട് അങ്ങനെ അങ്ങ് പോകാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.